നാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ആസനമേൽപ്പിച്ച കർത്താവേ, ആശക്തമഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസിയെ വിളിക്കുകയും നിന്റെ വലതുഭാഗം നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോട് ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, സകലത്തിന്റെയും നാഥനും ദൈവവുമായ മിശിഹായേ, നിന്റെ കുരിശിന്റെ അടയാളത്തോടും ദേവദൂതന്മാരുടെ അകമ്പടിയോടും കൂടെ വാനമേഘങ്ങളിൽ നീ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവർ അക്ഷയരായി കബറിടങ്ങളിൽ ഉയർത്തുകയും ദുഷ്ടജനങ്ങൾ ഇരുമാന്മാരിൽ നിന്നും വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന നീതിപൂർവകമായ വിധി ദിവസത്തിൽ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ ഈ സഹോദരിയെ നീ സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഈശോയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കാർക്കും ഉൾക്കൊള്ളാനോ സ്വീകരിക്കാനോ പൊരുത്തപ്പെടാനോ പറ്റാത്ത വളരെ ദാരുണമായ ഒരു വേർപാടിൻ്റെ ഹൃദയവിധേയാണ് നാം ഓരോരുത്തരും. ഇനി ഞാൻ വൈകുന്നേരം മുതൽ ഈ നാട് മുഴുവൻ നമ്മുടെ പ്രിയപ്പെട്ട അഞ്ചിൻ്റെ ആകസ്മികമായ വേർപാട് വിറങ്ങലിച്ച് നിൽക്കുകയും
നമുക്കെല്ലാം എത്രമേൽ വേദനയുണ്ടെങ്കിൽ അഞ്ചിൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളും മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കുമുള്ള വേദന വാക്കുകൾക്ക് കൊണ്ട് വ്യക്തപ്പെടുത്താനാകുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്ന ഒരു സമാശ്വാസ വചനവും പ്രസക്തമല്ല എന്നുള്ളതാണ് സത്യം. നമ്മളെല്ലാം അന്യോന്യം പറഞ്ഞൊരു കാര്യമുണ്ട്. തമ്പുരാൻ തന്നെ ഈ കുടുംബത്തെ ശക്തിപ്പെടുത്തും. നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത വിധത്തിൽ ദൈവത്തിൻ്റെ പരിപാലനയുടെ മുമ്പിൽ നമ്മൾ ശരിച്ചു നോക്കി മാത്രം ചെയ്യും. കഴിഞ്ഞ 8 വർഷമായി, പക്ഷെ അതിനു മുമ്പേ 5 കോളേജിൽ പഠിക്കുമ്പോൾ മുതലേ എനിക്ക് അവിടെ പരിചയമുണ്ട്. എല്ലാവർക്കും നല്ലത് മാത്രം പറയാൻ സാധിക്കുന്ന ഒരു പെൺകുട്ടി, നന്നായി പഠിച്ച് അധ്വാനിച്ച് പഠിച്ച് സർക്കാർ ജോലിയൊക്കെ നേടി മിടുക്കിയായി ജീവിച്ച് ജോലി ചെയ്യുന്ന ഇടങ്ങളിലെല്ലാം എല്ലാവരുടെയും ഇഷ്ടത്തിനും നല്ല വാക്കുകൾക്കും യോഗ്യമായ വിധം ജീവിച്ച് അഭിമാനപൂർവ്വമായി ഭൂമിയിൽ ജീവിച്ച് പക്ഷെ നമ്മെ പെട്ടെന്ന് വേദനിപ്പിച്ച് കടന്നു പോകുന്ന അഞ്ജുവിൻ്റെ മുൻപിൽ കരങ്ങൾ കൂപ്പി നമുക്ക് നിൽക്കാം. മനോഹരമായ ജീവിതത്തിൻ്റെ മുൻപിൽ നമുക്ക് കരങ്ങൾ കൂപ്പാം. തമ്പുരാൻ്റെ ഇടപെടലുകളുടെ മുൻപിൽ ഒന്നും തിരിച്ചറിയാൻ വയ്യാത്ത ബുദ്ധിശൂന്യരായ നമുക്ക് കൈകൾ കൂപ്പി നൽകും. ആത്യന്തികമായി തമ്പുരാൻ എല്ലാം നന്മയ്ക്കായി മാറ്റുന്ന ദൈവവചനം പോലും നമ്മളെ സംബന്ധിച്ച് ചിലപ്പോഴൊക്കെ സങ്കടപ്പെടുത്തുന്ന വചനമായി മാറുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ദുർബലരും കുറവുള്ളവരുമായ നമുക്ക് ദൈവപദ്ധതിയെക്കുറിച്ച് അത്രമേൽ ഗ്രാഹ്യം കുറഞ്ഞ് നമുക്ക് അവിടുത്തെ പദ്ധതിയുടെ മുമ്പിൽ വിധേയത്വത്തോടെ നിലകൊള്ളാം. പ്രിയപ്പെട്ട സഹോദരനോട്, എല്ലാ കുടുംബാംഗങ്ങളോടും, ഞങ്ങളുടെ പ്രിയപ്പെട്ട നന്മേട്ടനോട്, അനുസരിച്ചോട്, അജയോട്, സുനിമിൻ്റെ മാതാപിതാക്കൾ, സുഭാഷിയുടെ മോർച്ചോടും ഒക്കെ ഞങ്ങളുടെ സ്നേഹവും പ്രാർത്ഥനയും അറിയിക്കും. തമ്പുരാൻ്റെ കരങ്ങളിൽ ഈ മകരസാന്തമായി ഇറങ്ങുന്നു. തൻ്റെ വിശുദ്ധർക്ക്, നന്മ ചെയ്യുന്നവർക്ക്, ഹൃദയവിശുദ്ധിയോടെ ജീവിക്കുന്നവർക്ക്, ഹൃദയലാളിത്യത്തോടെ ജീവിക്കുന്നവർക്ക്, തമ്പുരാൻ്റെ വചനമനുസരിച്ച് ജീവിക്കുന്നവർക്ക്, അവിടുത്തെ ശരീരവും രക്തവും സ്വീകരിക്കുന്നവർക്ക്, അവിടുത്തെ വിശുദ്ധ കുരിശിനാൽ രക്ഷിക്കപ്പെട്ടവർക്ക് അവിടുന്ന് വാഗ്ദാനം ചെയ്ത് നിത്യഗിരിയണം നമ്മുടെ പ്രിയപ്പെട്ട മകൾക്ക് തമ്പുരാൻ നൽകുന്നതിനെ എന്ന പ്രാർത്ഥനയോടെ ഈ തിരുക്കർമ്മകളിൽ നമുക്ക് പങ്കെടുക്കാം. ഈ ഭവനത്തിലെ തിരുക്കർമ്മങ്ങൾ നേതൃത്വം നൽകും സൂര്യൻ്റെ വികാരിച്ച് പ്രിയപ്പെട്ട എൽസി ചേച്ചിയുടെ കസിനുമായ ചെറുപുഴ പള്ളി വികാരി, പ്രിയപ്പെട്ട ഫിലിപ്പക്കാട്ടച്ചൻ അനുശോചന സന്ദേശം ഇവിടെ നൽകും. നമ്മുടെ അതിരൂപതയുടെ മുഴുവൻ സ്നേഹവും അനുശോചനവും പ്രാർത്ഥനയും അറിയിക്കും. അഭിനേതാക്കന്മാർ നാട്ടിലില്ലാത്തതുകൊണ്ട് അവരുടെ പ്രതിനിധിയായി തിരുവുമാരുടെ അച്ഛൻ ദേവാലയത്തിൽ കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകും. ഒരുമിച്ച് ഇവിടെ പ്രിയപ്പെട്ട മകളെ കൈകളിലേക്ക് കൊടുത്ത് പ്രാർത്ഥിക്കും. സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപമോചനത്തിനുമായി ഈ ചന്ദനത്തിരികൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.
പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പാപത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മഹനീയമായ ത്രിത്വത്തിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മനുഷ്യരുടെ പുൽക്കൊടിക്ക് മരിച്ചവരെ ഒലിപ്പിക്കുന്നവനെ നിന്റെ നാമത്തിന്റെ സ്തുതി. മനുഷ്യ ജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു, വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. കാറ്റടിക്കുമ്പോൾ പാടിപ്പോവുകയും ചെയ്യുന്നു, അത് നിന്നിരുന്ന സ്ഥലവും അജ്ഞാതമായി തീരുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേലെന്നും അവന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. മനുഷ്യരുടെ പുൽക്കൊടിക്ക് തുല്യമാകുന്നു, മരിച്ചവരെ ഒലിപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന്റെ സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. മണ്ണിനാഥത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താന ഉത്ഥാനം വഴി നവീകരിക്കുന്നതിനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പോഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. എന്റെ ദിവസങ്ങൾക്ക് പരിമിതങ്ങളാകുന്നു, മരിച്ചവരെ ഒലിപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന്റെ സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു, എന്റെ ജീവിതം നിന്റെ മുമ്പിൽ എത്ര നിസ്സാരമാകുന്നു. എന്തുകൊണ്ടെന്നാൽ ജീവിതം നിഴൽ പോലെ കടന്നു പോകുന്നു. മനുഷ്യനോ നിക്ഷേപം പൊട്ടുന്നു, അതാർക്കു വേണ്ടിയാണെന്ന് അവൻ അറിയുന്നില്ല. കർത്താവേ, നീ അല്ലാതെ ആരെനിക്ക് ആശ്രയം, എല്ലാ തിന്മകളിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. എന്റെ ദിവസങ്ങൾക്ക് പരിമിതങ്ങളാകുന്നു, മരിച്ചവരെ ഒലിപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും ദയാധിക്യത്താൽ ഉയർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവെ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. നിന്റെ ദാസയുടെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. മൃതനാം മിശിഹാ കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോടു വാണിടുവാൻ ദാസിക്കു വരമിന്നരുളേണം. കർത്താവ് വലിയനും സുദീർഘനുമാകുന്നു. ആദിപിതാവാദത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമഖിലമണയ്ക്കുന്നു. മർത്തിനു ശരണം നീയല്ലോ. ലോകം വ്യർത്ഥം സകലേശ, ഞങ്ങൾ കരുളുക നവജീവൻ. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസിനാകുന്നു. വിലപിക്കരുതേ, മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായെന്നിൽ വിശ്വാസം നിക്ഷേപിക്കും അനുജനു ഞാൻ അന്തിമ ദിവസം ഉയിർപ്പേകും. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു. പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിനക്കു പകർന്നീടും. മർത്യനമർത്യത പുണരുന്നു, ക്ഷയമുള്ളോരക്ഷയനാകും. മർത്യതയേവം സകലേശൻ നിതരാം നൂതനമാക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. മൃതനാം മിശിഹാ കർത്താവേ, വാഴ്ത്തിപ്പാടി നമിക്കുന്നേ. വിശ്വത്തിന്റെ വിധാതാവേ, നൽകണമേ പുനരുത്ഥാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. മഹിമയുടെ അന്തിമ വിധിനാളിൽ കർത്താവേ, നീ അണയുമ്പോൾ കരുണയുടെ നിർത്തണമേ. നല്ല പുറത്തു വലം പാകെ നൽകണമേ നിത്യായുസ്സിൻ.
മഹോന്നതമാം പരിവേഷം. എന്റെ സഹോദരൻ വിശുദ്ധ പൗലോസ്ലീഹ തെസ്സലോനിക്കരുടെ ലേഖനം. എന്റെ സഹോദരൻ, മരിച്ചതിനെ കുറിച്ച് പ്രത്യാശയില്ലാതെ പോലെ നിങ്ങൾ ദുഃഖിക്കരുത് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മനുഷ്യ ഉയർന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോട് കൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചവർക്ക് മരിച്ചവർ കിടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാനമാലയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാടുന്നോടെ സ്വർഗത്തിൽ എഴുന്നേറ്റ് വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം എഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചു കർത്താവിന്റെ എതിരേറ്റിനായി അവരോട് കൂടെ മേഘങ്ങൾ എടുക്കപ്പെടും. നാം ഇന്നും കർത്താവിന്റെ ആയിരിക്കുകയും ചെയ്യും. ആകിയാൽ ഈ വാക്കുകൾ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. കർത്താവേ, എന്റെ രക്ഷകനായ ദൈവമേ, രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ. എന്റെ അപേക്ഷ നീ കേൾക്കണമേ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ലാതെ വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അഞ്ജുവിന്റെ പ്രിയപ്പെട്ട ഭർത്താവ് സൂര്യ, അഞ്ജുവിന്റെ മാതാപിതാക്കളായ തങ്കച്ചേട്ടൻ, എൽസി ചേച്ചി, സഹോദരൻ അച്ഛയി, കുടുംബാംഗങ്ങളെ, അതുപോലെ സോനുവിന്റെ അപ്പച്ചൻ സബാസൻ ചേട്ടൻ, മോളി ചേച്ചി, സ്വപ്ന, സന്ധ്യ, സീന, മരുമക്കൾ, കുടുംബാംഗങ്ങളെ, വാഴപ്പള്ളി കുടുംബാംഗങ്ങളെ, ഉള്ളാമ്പട്ടി കുടുംബാംഗങ്ങളെ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ചെറുപുഴ ഫൊറോനയുടെ എല്ലാ ദൈവജനത്തിന്റെയും പേരിൽ ഏറെ സ്നേഹത്തോടെ അനുശോചനവും പ്രാർത്ഥനയും അറിയിക്കുകയാണ്. ഞായറാഴ്ച ഏകദേശം 5:15 എന്റെ കോർഡിനേറ്റർ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛൻ, വാഴപ്പള്ളിയിൽ സോനുവും അഞ്ചും പൈതന്മലയിൽ വെച്ച് ഇടിമിന്നലേറ്റിട്ടുണ്ട്. വിവരങ്ങളൊന്നും കൃത്യമായിട്ട് ലഭിച്ചിട്ടില്ല. ഞാൻ അപ്പോൾ സോനുവിന്റെ ഫോണിൽ വിളിച്ചു. സോനു ഫോണെടുത്ത് നിലവിളിച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട അഞ്ചു പോയി അച്ഛാന്ന് പറഞ്ഞ് നിലവിളിക്ക് ആ സ്വരമപ്പോൾ എന്റെ കാതുകളിൽ മുഴുകുന്നുണ്ട്. എന്തൊക്കെയോ അവൻ പറയുന്നു, പക്ഷേ എനിക്കൊന്നും മനസ്സിലായില്ല. ആ വാർത്ത വലിയ ഞെട്ടലോടെയാണ് ഞാൻ കേട്ടത്. പിന്നെ നാട്ടുകാരും കാപ്പിമലയിലുള്ളവരെല്ലാവരും ചെന്ന് പ്രിയപ്പെട്ട അഞ്ജുവിനെ കരുവറ്റാൽ ആശുപത്രിയിലേക്ക് എത്തിച്ചു. അപ്പോൾ ഞാനും അവിടെ എത്തി. ഈ വേദനിക്കുന്ന നിമിഷത്തില് വാക്കുകൾ കൊണ്ടോ സാന്നിധ്യം കൊണ്ടോ ഒന്നും ഈ പ്രിയപ്പെട്ട മക്കളെ നമുക്ക് ആശ്വസിപ്പിക്കാൻ സാധിക്കുകയില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അഞ്ജുവിന്റെ മാതാപിതാക്കൾ ഒന്നും അറിയാതെ ആശുപത്രിയിലേക്ക് വരിക എന്തോ ആശ്ചര്യ വ്യക്തി. ഈ മാതാപിതാക്കളെ എങ്ങനെ അഭിമുഖീകരിക്കുമെന്ന് ഞാൻ വേദനയോടെ അവരുടെ മുമ്പിൽ നിസ്സഹായനായി മാറി. സാവധാനം ഞാൻ ഈ പ്രിയപ്പെട്ട അപ്പനോടും അമ്മയോടും പറഞ്ഞു, അഞ്ചു നമ്മളെ വിട്ടുപോയിരിക്കുന്നു. അപ്പോൾ അവരെന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അച്ഛ ദൈവം ഞങ്ങളോട് ഇപ്പോഴത് ചെയ്തത്? ഈ ജനത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് എനിക്കൊന്നു മാത്രമേ പറയുവാനുള്ളൂ, നിങ്ങളോട് തെറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ താൻ സൃഷ്ടിച്ച അഞ്ജുവിനെ ഈശോ അത്രമേൽ സ്നേഹിക്കുന്നത് കൊണ്ട് ഭൂമിയിലെ അവളുടെ ജീവിതം മതി എന്ന് തീരുമാനിച്ചുകൊണ്ട് ഈശോയുടെ അടുക്കളയിൽ അവനോട് ചേർന്നിരിക്കുവാൻ വേണ്ടി മാത്രം ഈശോ അവളെ
ചേർത്ത് പിടിച്ച് കൊണ്ടുപോയി എന്ന് മാത്രമാണ് എനിക്ക് പറയുവാനുള്ളത്. അതുപോലെ സബാസി ചേട്ടൻ മോളിച്ച് വെച്ച് ഈ മകൾ അവിടെ ഒരു കെട്ടി വന്ന മകളായിട്ടല്ല, അവരും കണ്ടത് ഈ അഞ്ചു സ്വന്തം അപ്പനെയും അമ്മയെയും പോലെ തന്നെയാണ് അവരെ സ്നേഹിച്ചത്. ഈ കുടുംബാംഗങ്ങൾ പള്ളിയിൽ വന്നാൽ ഒരുമിച്ച് കാരണം വരികയുള്ളൂ, അല്ലെങ്കിൽ മകള് പറയും നമുക്ക് നടന്നു പോകാം. അങ്ങനെ നടന്നു വരുന്ന നിമിഷങ്ങളുമുണ്ട്. പുളിങ്ങോം വില്ലേജിൽ അസിസ്റ്റന്റായിട്ട് സേവനം ചെയ്യുന്ന ഈ മകൾക്ക് എനിക്ക് സർക്കാർ ജോലിയുണ്ടെന്നോ ഒന്നും ഒരു അഹങ്കാരമോ ഒന്നും ആ സംസാരത്തിൽ ഇടപെടലോ ഒന്നുമില്ല. അയൽവക്കക്കാരും നാട്ടുകാരും പറയും, പുതിയ തലമുറയിലെ ഇത്രയും നന്മയുള്ള, എളിമയുള്ള, പക്വതയുള്ള ഒരു മകള് ഈ ചെറുപടിയിൽ കെട്ടിവന്നിട്ടുണ്ടെന്ന് ആ നാട്ടുകാര് ഈ മകളെ പറ്റി പറയുന്നത്. അത്രമേൽ സ്നേഹത്തോടെയാണ് ഈ പ്രിയപ്പെട്ട മകൾ വാഴപ്പള്ളി കുടുംബത്തിൽ കഴിഞ്ഞതെന്ന് എനിക്ക് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ കളിതമാശകളും ചിരികളും കൊണ്ട് ഈ വാഴപ്പള്ളി കുടുംബത്തിൽ ഏറെ നന്മ വിതറിയ ഒരു മകളായിരുന്നു അഞ്ചു. ഈ മകളുടെ കല്യാണം ആസ്വദിച്ചതും ഒത്തുകല്യാണം നടത്തിയതുമെല്ലാം ഞാൻ തന്നെയാണ്. അന്ന് മുതൽ ഈ മകള് എപ്പോഴും ഇടവകയോടും സഭയോടും, വാഴപ്പള്ളി കുടുംബവും അത് തന്നെയാണ്, ഇവിടെയുള്ള കുടുംബവും അങ്ങനെ തന്നെയാണ്. ജ്യോതി അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ജ്യോതി അച്ഛൻ എന്റെ ബാച്ചുകാരനാണ്. ഇടവകയോട് സഹകരിച്ച്, ഇടവകയെ സ്നേഹിച്ച്, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന, സമർത്ഥതയോട് ചേർന്ന് നിൽക്കുന്ന രണ്ട് കുടുംബത്തിൽ ഈ ഒരു പ്രിയപ്പെട്ട മകളെ തമ്പുരാൻ കൊണ്ടുപോയതിന്റെ കാരണം എനിക്കൊന്നു മാത്രമേ പറയാനുള്ളൂ. നമ്മളെക്കാൾ അധികമായി അവൻ അഞ്ജുവിനെ സ്നേഹിച്ചു. അഞ്ജു എന്റെ അടുത്തായിരിക്കുവാൻ ഈശോ ആഗ്രഹിച്ചു. നമുക്ക് തെറ്റു പറയാൻ സാധിക്കുകയില്ലല്ലോ. അവനാണല്ലോ ഈ പ്രിയപ്പെട്ട മകളെ നമുക്ക് നൽകി ഈ കുടുംബത്തെ അനുഗ്രഹിച്ചത്, സ്നേഹിച്ചത്. ഈ മകളിലൂടെ നന്മകൾ വിതറി നമുക്ക് നല്ല മാതൃക നൽകി ഇത്രയും കാലം നമ്മുടെ കൂടെ ഉണ്ടാകുവാൻ ദൈവം അനുവദിച്ചു. അതിന് നല്ലവനായ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഈ അഞ്ജുവിന്റെ വേർപാട് ഹൃദയഭേദകമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. തന്റെ വിശുദ്ധന്റെ മരണം സ്വർഗത്തിൽ സന്തോഷം അനുഭവിക്കുന്നുവെന്ന് പറഞ്ഞ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. ഒരു പൂന്തോട്ടത്തിലെ ഏറ്റവും നല്ല പൂവിനെയാണ് നമ്മൾ എടുത്ത് കർത്താവിന്റെ ബലിപീഠത്തിൽ വെക്കുക. മോശമായതിനെയോ പാടിയതിനെയോ ഒന്നും എടുത്ത് നമ്മുടെ പ്രധാനപ്പെട്ട വിശിഷ്ടമായ സ്ഥാനങ്ങൾ നമ്മൾ പ്രതിഷ്ഠിക്കാറില്ല. ചെറുവഴിയാകുന്ന പൂന്തോട്ടത്തിലെ ഏറ്റവും നല്ലൊരു പുഷ്പത്തെ അവൻ തന്റെ സ്വർഗമാകുന്ന അൾത്താരയിൽ അവൻ പ്രതിഷ്ഠിക്കുവാൻ ആഗ്രഹിച്ചു. എല്ലാത്തിന്റെയും അധികാരി അവനാണല്ലോ. അധികാരമുള്ളവൻ അവന്റെ മുമ്പിൽ നമുക്ക് ശിരസ് നമിക്കാം. അവന്റെ ആഗ്രഹം എന്താണോ അതിന് നമ്മുടെ ജീവിതത്തെ നമുക്ക് സമർപ്പിക്കാം. അങ്ങനെ ദൈവഹിതം നിറവേറുവാൻ, ഈ ദൈവഹിതം ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണമേ എന്നുള്ള പ്രാർത്ഥനാപൂർവമുള്ള, യാചനാപൂർവമുള്ള നമ്മുടെ ഈ കാര്യങ്ങളെല്ലാം ഈശോയുടെ തിരുസന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ദൈവമേ, നിന്റെ ഹിതം തിരിച്ചറിയാനുള്ള പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിങ്ങൾക്ക് നൽകണമേ. എല്ലാ കാര്യത്തിലും എല്ലായ്പ്പോഴും വളരെ സന്തോഷത്തോടും സ്നേഹത്തോടുകൂടിയാണ് ഇവരൊരുമയോട് കഴിഞ്ഞത്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഈ പ്രിയപ്പെട്ട മകളുടെ വേർപാടിൽ ആർക്കും ആരെയും ആശ്വസിപ്പിക്കാൻ സാധിക്കുന്നില്ല. ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് ഈ പ്രിയപ്പെട്ട മകളെ നമുക്ക് സമർപ്പിക്കാം. ദൈവമേ, ഞങ്ങൾക്ക് നൽകിയ ഏറ്റവും നൽകിയ നല്ല പുഷ്പത്തിനെ സ്വീകരിക്കണമേ. ഈ മകളിലൂടെ ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ ഇടവകയെയും ഞങ്ങളുടെ സമൂഹത്തെയും സ്വർഗത്തിൽ നിന്ന് അനുഗ്രഹിക്കണമേ എന്നൊക്കെ പ്രാർത്ഥിക്കാം. ഈ മകളുടെ വേർപാടിൽ ഒത്തിരിയേറെ പേര് എല്ലാ കാര്യങ്ങളിലും സഹായിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം കൂടി
ഞാൻ അനുസ്മരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ മകളുടെ വേർപാട് അറിഞ്ഞ നിമിഷം മുതൽ രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന പലരും, നിയമപാലകരും, കണ്ണൂർ കളക്ടർ വരെ ഈ മകളുടെ ഭവനത്തിൽ വന്ന് അനുശോചനം അറിയിച്ച് എഴുത്ത് സമർപ്പിച്ചിരുന്നു. കാരണം ഈ മകളുടെ സേവന ചെയ്ത സ്ഥലങ്ങളെല്ലാം എല്ലാവർക്കും നന്മ കൊടുത്ത് തന്റെ സേവനം ഏറ്റവും നല്ല രീതിയിൽ മറ്റുള്ളവർക്ക് കൊടുക്കാൻ തക്ക വിധം ഈ മകൾ പ്രവർത്തിച്ചു എന്നാണ് ഈ മകളുടെ കൂടെ പ്രവർത്തിച്ച പലരും എന്നോട് പറഞ്ഞത്. ആരെയും പ്രയാസപ്പെടുത്താതെ വരുന്നവർക്ക് അവരുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുവാൻ താല്പര്യപൂർവ്വം തന്റെ പദവി അവർ വിനിയോഗിച്ചു. അവന്റെ വിശിഷ്ടമായ ജോലിക്കാരൊക്കെ അവിടെ വന്ന് ഈ മകൾക്ക് അനുശോചനം അർപ്പിച്ച പ്രാർത്ഥന നടത്തി ഇന്നലെ പോകുകയുണ്ടായി. അതോടൊപ്പം തന്നെ സോനുവിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒത്തിരിയേറെ പേര് അമ്മനെ ആശ്വസിപ്പിക്കുവാനും ശക്തിപ്പെടുത്തുവാനും കടന്നു വരികയുണ്ടായി. എല്ലാവരും നന്ദിയോടെ ഓർക്കുന്നു. അതോടൊപ്പം തന്നെ ഈ മകളോട് മറ്റ് കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി സഹായിച്ച പേരാവൂർ മണ്ഡലത്തിന്റെ മന്ത്രിയായ സണ്ണി സാർ വളരെ ആത്മാർത്ഥതയോടെ സഹായിച്ചു. ഞാൻ ഫോൺ വിളിച്ച് ചില കാര്യങ്ങൾ അഭ്യർത്ഥിച്ചു. അപ്പോൾ ഉടനെ തന്നെ എനിക്ക് മറുപടി തന്ന് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് സണ്ണി സാർ പറയുകയുണ്ടായി. സണ്ണി സാർ അവന് സജീവ സാർ MLA നമ്മളെ സഹായിക്കുകയുണ്ടായി. രണ്ടുപേരും ഇപ്പോൾ നിയമസഭയിൽ നടക്കുന്നതുകൊണ്ട് വരാൻ സാധിക്കുകയില്ല. അവിടെ അനുശോചനം അറിയിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ നിമിഷം സണ്ണി സാറിന്റെയും സജീവ് ജോസഫിന്റെയും അനുശോചനം നേരെ സ്നേഹത്തോടെ കുടുംബാംഗങ്ങൾ ഞാൻ അറിയിക്കുകയാണ്. അപ്പോൾ ഞാലക്കോട് അറിയിച്ച സാർ നമ്മളെ സഹായിച്ചു. അങ്ങനെ വേണ്ട സമയത്ത് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തന്നവരെ ഏറെ സ്നേഹത്തോടെ ഞാൻ അനുസ്മരിക്കുകയാണ്. അങ്ങനെ ഒട്ടനവധി ആൾക്കാർ എല്ലാ കാര്യങ്ങളും ആത്മാർത്ഥതയോടെ സഹകരിച്ചു കാര്യങ്ങൾക്ക് ഭംഗിയായിട്ട് ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ നന്ദിയോടെ അനുസ്മരിക്കുന്നതോടൊപ്പം തന്നെ ഇനി ഈ പ്രിയപ്പെട്ട മകൻ നമ്മോട് കൂടെയില്ല. ചിരിക്കാനും കളിക്കാനും വർത്തമാനം പറയുവാനും നമ്മുടെ കൂടെ ഉണ്ടാകുകയില്ല. അവൾ സ്വർഗത്തിലിരുന്നു കൊണ്ട് ഈശോയുമായി വർത്തമാനം പറയും. ഈശോയുമായി അവൾ ചിരിക്കും. ഈശോയുമായി അവൾ കളിക്കും. അങ്ങനെ സ്വർഗീയ ഭാഗ്യത്തിലേക്ക് ഇവൾ പ്രവേശിച്ചിരിക്കുകയാണ്. തീർച്ചയായും നമുക്ക് ഇവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നല്ല മകളെ ഞങ്ങൾക്ക് നൽകി നമ്മുടെ കുടുംബത്തെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് അതോടൊപ്പം തന്നെ ഈ മകൾ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ കർത്താവെ ആ കുറവുകൾ നികത്തി എന്റെ തിരുസന്നിധിയിലേക്ക് ഈ പ്രിയപ്പെട്ട മകളെ ആത്മാവിനെ പ്രവേശിപ്പിക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഏറെ സ്നേഹത്തോടെ അനുശോചനവും പ്രാർത്ഥനയും അറിയിച്ചുകൊണ്ട് ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതിലുമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുന്ന മിശിഹായെ നിന്റെ കൽപ്പനയാൽ ഈ ലോകം പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനുദർശനമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധമാരെ നിയോഗിക്കണമെന്ന് നിന്നോട് പ്രാർത്ഥിക്കുന്നു. നിന്റെ അമൂല്യമായ രത്നം രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് പ്രാർത്ഥിക്കുന്നു. തിരുവനന്തപുരം വഴി മനുഷ്യത്തിന്റെ പ്രതീക്ഷയും ശരണവും പ്രധാന മിശിഹായെ വിദേശത്തിന്റെ മഹത്വ പ്രിയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സർവ്വത്തിന് അവകാശമാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് പ്രാർത്ഥിക്കുന്നു. ആശ്വസിപ്പിക്കാൻ വേണ്ടി ലാസന മനത്തിൽ സ്വയം കിടത്തിന്റെ മിശിഹായെ കരയുന്നവരെ കണ്ടെത്തിറുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാൽ പുറകുന്ന മിശിഹായെ നിന്റെ ദാസിയുടെ പാൽ പുറക്കുകയും അയാളുടെ കുടുംബാംഗങ്ങളിൽ ചർച്ചക്കാരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് പ്രാർത്ഥിക്കുന്നു. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവ് ആകാശത്തിലും ഭൂമിയിലും ശുക്രഹനാകുന്നു. നമ്മുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ
അന്നൊരു ദിവസം ബേസനിയായി സോദരിമാരാ മർത്താമറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. അന്നൊരു ദിവസം ബേസനിയായി സോദരിമാരാ മർത്താമറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. മരണമടഞ്ഞൊരു സോദരനെയും ചിന്തിച്ചടരി നെടുവീർപ്പിട്ടു കരഞ്ഞു കരഞ്ഞ കണ്ണുകൾ കാണൂ. അന്നൊരു ദിവസം ബേസനിയായി സോദരിമാരാ മർത്താമറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. ജീവനുമുയരും ഞാനാകുന്നു കരയരുദേവം കരുണയോടന്തികമാർന്നകിലേശൻ ശാന്തി പൊഴിഞ്ഞു. അന്നൊരു ദിവസം ബേസനിയായി സോദരിമാരാ മർത്താമറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. ഞാൻ നല്ലപോലെ യുദ്ധം ചെയ്തു, ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി, എന്റെ വിശ്വാസം സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ ഭക്തർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യ ആനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നശ്വരമുലകിൽ വിടുതിയെനിക്കായി നൽകിയ വസതി പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുവിടത്തിൽ പോകുന്നു ഞാൻ.
ശാന്തി
വലിയ ഉദാഹരണമായ സംഭവത്തെക്കുറിച്ച് സങ്കടം പ്രകടിപ്പിച്ചതിനുവേണ്ടി തിരുവതയുടെ പിതാവ് പിതാവും പിതാവും സ്ഥലത്തിൻ്റെ കൊണ്ട് 3 പിതാക്കന്മാരുടെയും ബോധ്യത്തോട് അനുശോചനവും പ്രാർത്ഥനയും ഇവിടെ അതിരൂപതയുടെ മുഴുവൻ പ്രാർത്ഥനയും സ്നേഹവും ഈ പ്രിയപ്പെട്ട കുടുംബങ്ങൾക്ക് നേരിടുന്നതിന് വേണ്ടി അതിരൂപതയുടെ വികാരങ്ങൾ അറിയപ്പെട്ട ആന്റണി ഗുരുവിനെ ഈ കർമ്മകൾക്ക് വേണ്ടി അനുശോചന സന്ദേശം നമുക്ക് നൽകി പ്രാർത്ഥിക്കും. പ്രിയപ്പെട്ട കുടുംബാംഗമായ ജോസായി സംഘടനയുടെ സ്വാമിയുടെ വലിയ സുഹൃത്താണ് പ്രിയപ്പെട്ട മനോജ് വെച്ചുകൊണ്ട് ചെറുപുഴ കർമ്മകളിലെ പ്രകാശനം സ്വാമിയുടെ കസനായ വിചാരിച്ച് കുഞ്ഞൊരു ഓർത്തഡോക്സ് പള്ളിയിൽ വിചാരിച്ച് സഹോദരങ്ങളെ നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട മകളെ കല്യാണക്കാരെ സമർപ്പിച്ചു പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള മാതാപിതാക്കന്മാരെ, സഹോദരികളെ, നമുക്ക് ഏവർക്കും ഏറെ പ്രിയകരിയായിരുന്ന അൻഷു നമ്മളെന്ന് വേർപിരിഞ്ഞതിൻ്റെ ദുഃഖവും വേദനയും ഉള്ളിലൊതുക്കിക്കൊണ്ട് നമ്മൾ ഈ വേർപാടിന് വിട പറയുന്നതിന് വേണ്ടിയാണ് നമ്മൾ എത്തിയിരിക്കുക. ഈ അവസരത്തിൽ ഇവിടെ കുടിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഞാൻ ഈ കുടുംബാംഗങ്ങൾക്ക് അനുശോചനം അറിയിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രത്യേകിച്ചും അഞ്ജുവിൻ്റെ ഭർത്താവ് സുവനും, മാതാപിതാക്കന്മാർ സെബാസ്റ്റ്യൻ മോളി, അഞ്ജുവിൻ്റെ മാതാപിതാക്കളായ നഗേശനും ഗേൽസിയും, അതുപോലെ അഞ്ജുവിൻ്റെ സഹോദരൻ അജയ്, മറ്റ് കുടുംബാംഗങ്ങൾ, ഇവർക്കെല്ലാവർക്കും അതിരൂപതയുടെ പേരിലുള്ള അനുശോചന അറിയിക്കുകയാണ്. പ്രത്യേകിച്ചും തലശ്ശേരി അതിരൂപതയുടെ പ്രാപെടുത്ത പിതാവിൻ്റെയും അതുപോലെ തന്നെ വലിമറ്റ പിതാവിൻ്റെയും അവക്കാട് പിതാവിൻ്റെയും പേരിലുള്ള അനുശോചനവും ഞാൻ സ്വയങ്ങളെയും കുടുംബാംഗങ്ങളെയും അവരുടെ ബന്ധുമിത്രാദികളെയും ഈ അവസരത്തിൽ അറിയിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, അപ്രതീക്ഷിതമായിട്ടാണ് ഈ മരണം കടന്നു വന്ന് നമുക്കെല്ലാവർക്കും പ്രിയങ്കരിയായിരുന്ന ഈ സഹോദരിയെ നമ്മളിൽ നിന്ന് വേർപെടുത്തിയത് എന്ന് നമുക്കെല്ലാവർക്കും അറിവുണ്ട്. മരണത്തെക്കുറിച്ച് പൊതുവെ പറയുന്നത്, മരണം എന്ന് പറയുന്നത് സുനിശ്ചിതമായ ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ അതെപ്പോൾ എങ്ങനെ എവിടെ വെച്ച് ആർക്കൊക്കെ സംഭവിക്കാമെന്ന് നമുക്ക് ആർക്കും പറയാൻ കഴിയുന്ന കാര്യമല്ല. അത് നമ്മളുടെ ചിന്തകൾക്കോ നമ്മുടെ യുക്തിക്കോ ചേരുന്ന ഒരു കാര്യമേ അല്ല. മരണം എപ്പോൾ എങ്ങനെ സംഭവിക്കുമെന്ന് അത് ആകാശത്തിൽ വെച്ചാകാം, കരയിലാകാം, കടലിലാകാം. മരണത്തെ സംബന്ധിച്ച് കുഞ്ഞുങ്ങളെന്നോ ബാലികാബാലന്മാരെന്നോ യുവതി യുവാക്കളെന്നോ മധ്യവയസ്കരെന്നോ പ്രായമുള്ളവരെന്നോ
ഇന്ന് നമ്മളോട് ഈശോ പറയുന്നത്, ഞാനാണ് പുനരുത്ഥാനവും ജീവനും, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. നമുക്ക് ആശ്വാസം പകരുന്നത് ദൈവത്തിലുള്ള ഈ ആശ്രയവും ദൈവത്തിലുള്ള വിശ്വാസവുമായിരിക്കണം. അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായ വ്യക്തികൾ നമ്മൾ നഷ്ടപ്പെടുമ്പോഴും അത് കർത്താവിന് പ്രീതികരമായ ഒരു പുഷ്പത്തെ നൈവേദ്യമായി ദൈവം സ്വർഗ്ഗത്തിൽ സ്വീകരിച്ചു എന്ന് ചിന്തിക്കാൻ നമുക്ക് കഴിയണം. നമുക്കറിയാം, നമ്മുടെ കാലങ്ങളുള്ള പൊന്നോടത്തുള്ള ഏറ്റവും മനോഹരമായ പുഷ്പങ്ങൾ എടുത്തെടുത്താണ് നമ്മൾ ആത്മാവിൽ സമർപ്പിക്കുന്നത്, പൂജയ്ക്കായി നമ്മൾ കൊണ്ടുവരുന്നത്. ഈ അച്ഛനെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നത് ഏറ്റവും സുന്ദരമായ ഒരു റോസാ പുഷ്പത്തെ പോലെയായിരുന്നു അഞ്ചുവേലാണ്. ബഹുമാനപ്പെട്ട വികാരിച്ചൻ ജോബിച്ച് എന്നോട് പറഞ്ഞു, അഞ്ചു നമ്മുടെ കോളേജിൽ നിർമ്മലഗിരി പഠിച്ചതാണ്, ഞാനിപ്പോൾ നിർമ്മലഗിരി കോളേജിൽ മാനേജരാണ്. അതുകൊണ്ട് നിർമ്മലഗിരിയുമായി ബന്ധപ്പെട്ട് എന്നോട് പറഞ്ഞപ്പോൾ നമ്മുടെ കോളേജിൽ പഠിച്ചതാണ് ഒരു കുട്ടിയാണ്, ഞാൻ പഠിപ്പിച്ചതാണ് എന്നോട് പറയുന്നത്. പഠിച്ചിരുന്ന കാലഘട്ടം മുതൽ തന്നെ ഒരു വലിയ പുഷ്പം പോലെ മനോഹരമായ ഒരു പുഷ്പം ചുറ്റുവട്ടമുണ്ടായിരുന്നവർക്കെല്ലാം സൗഗന്ധ്യവുമായി സുഗന്ധം പരത്തിയ ഒരു റോസാപ്പൂവിനെയും പോലെ ആയിരുന്നു അഞ്ചു എന്ന് എന്നോട് പറയുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇപ്പക്കാരൻ ചെറുപ്പഴ വികാരിയാണ്, അച്ഛനൊരു ബന്ധുവും കൂടിയാണ്. അഞ്ചുവിനെ കുറിച്ചും കുടുംബങ്ങളെ കുറിച്ചൊക്കെ എന്നോട് സംസാരിക്കുമ്പോഴൊക്കെ വളരെ നല്ല ഒരു കുടുംബം, മാതൃകാപരമായി ജീവിക്കുന്ന കുടുംബം, ദൈവവിശ്വാസമുള്ള കുടുംബം, അച്ഛനെ കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ അച്ഛനോട് ഷെയർ ചെയ്യുകയുണ്ടായി. ഞാൻ വിചാരിക്കുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്നതിന് അപ്പുറത്തേക്ക് വിശ്വാസ തലങ്ങളിൽ നിന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് ഒരുപക്ഷെ നമുക്ക് ഏറ്റവും പ്രിയങ്കരായിട്ടുള്ള ആളുകൾക്ക് സ്ഥാപന സ്വീകാര്യരായി വിളിക്കപ്പെടുന്നതിന് അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു പരിധി വരെയൊക്കെ നമ്മൾ ഏതെല്ലാം ദുഃഖങ്ങളിലൂടെയും ദുരിതങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ അവിടേക്ക് ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ഉൾക്കൊള്ളാൻ മനസ്സിലാക്കാനുള്ള വലിയ കൃപ ദൈവം നമുക്ക് നൽകും. അതുകൊണ്ടാണ് ദാസന്റെ മരണസമയത്ത് വിലപിച്ചുകൊണ്ടിരുന്ന മറിയത്തിനൊക്കെ കർത്താവ് പറഞ്ഞപ്പോൾ ദൈവത്തിലുള്ള വിശ്വാസമുണ്ട് എങ്കിൽ, താൻ പുനരുത്ഥാനവും ജീവനുമാണ് എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ മരണം ഒരു യാഥാർത്ഥ്യമായി നീ ഉൾക്കൊള്ളുക, അതിൽ വ്യതിപ്പിക്കേണ്ട കാര്യമില്ല എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. സഭയിൽ എഴുതിയ ലേഖനഭാഗങ്ങൾ വായിക്കുന്നുണ്ട്. നിങ്ങൾ മരണത്തെക്കുറിച്ച് ദുഃഖിച്ച് വിലപിക്കരുത്, വിജാതിയെ പോലെ ആകരുത്, മറിച്ച് നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ് എങ്കിൽ മരണത്തിൽ ആദ്യജാതനായി ഉയർത്തെഴുന്നേറ്റ യേശുവിനെ പോലെ നമ്മൾ പുനരുത്ഥാനത്തിലേക്ക് കടന്നു വരും. ഉത്ഥാനം നമുക്ക് ഒരു യാഥാർത്ഥ്യമാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് മരണത്തോടുകൂടി അവസാനിക്കുന്നതല്ല. നമ്മളെല്ലാം ജീവിതം എന്ന് പറയുന്നത് സ്വർഗത്തിലേക്കുള്ള ഒരു കവാടമായിട്ട് മാത്രം മരണത്തെ കാണാം എന്നാണ് ഇവിടെ പഠിപ്പിക്കുക. ഈ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്ന ഈ സാഹചര്യങ്ങളിൽ ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന ഭവനങ്ങളില്ല. നമ്മുടെ യഥാർത്ഥ ഭവന സ്വർഗമാണ്. അതുകൊണ്ട് സ്വർഗത്തിലേക്കുള്ളൊരു യാത്ര ചെയ്യുന്നവരാണ് നമ്മളെല്ലാവരും. ഈ സ്വർഗീയമായ യാത്രയിൽ സ്വർഗത്തെ ലക്ഷ്യമാക്കി മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതം ഒരുപക്ഷെ ഹ്രസ്വമായ ഒരു കാലഘട്ടം മാത്രമായിരിക്കാം ഭൂമിയിൽ ജീവിക്കാൻ ദൈവം അനുവദിക്കുന്നത്. ചിലർക്ക് ദീർഘായുസ് ലഭിച്ചു വരാം. ബൈബിളിൽ തന്നെ പറയുന്നത് നമുക്കറിയാം, നമ്മുടെ ആയുസ് എന്ന് പറയുന്നത് 70 വയസ്സാണ്, ഏറിയാൽ 80 വരെ. അതിൽ തന്നെ കൂടുതൽ കാലം കണ്ണീരും വിലാപവുമായി കഴിയുന്നവനാണ് മനുഷ്യൻ എന്നാണ് സങ്കീർത്തനങ്ങളിൽ പറയുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപക്ഷെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ഹ്രസ്വമായിരിക്കാം. പക്ഷേ അതൊരു യാഥാർത്ഥ്യമാണ്. ഈ മരണത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത് സ്വർഗീയമായ സൗഭാഗ്യത്തിലേക്കാണ് എന്ന് നമ്മൾ ഈ പ്രിയപ്പെട്ട വാഴ വേർപാടിൽ കുടുംബാംഗങ്ങൾക്ക്, വാഴപ്പള്ളി കുടുംബാംഗങ്ങൾക്ക്, ഉള്ളാങ്കത്ത് കുടുംബാംഗങ്ങൾക്ക് ശക്തിയായി, ബലമായി, ആശ്വാസമായി, സാന്ത്വനമായി നിരവധി രാഷ്ട്രീയ, സാമൂഹിക, മതരംഗത്ത് പ്രവർത്തിക്കുന്ന ഒത്തിരിയേറെ പേർ വരികയുണ്ടായി. ഈ അപകടമുണ്ടായ സമയത്ത് തന്നെ കാപ്പിമലയിലെ ഇടവകളിൽ വ്യാധിച്ചിന് അവിടെ ഇടവക അംഗങ്ങൾ വളരെയേറെ കരുതലോട് ഇടപെടുകയും അഞ്ജുവിനെയും സോലുവിനെയും
കരുവറ്റാർ സെന്റ് ജോസഫ് ഹോസ്പിറ്റലിലെത്തിക്കുകയും അപ്പോഴേക്കും അവിടെയുള്ള എല്ലാ സംവിധാനങ്ങളും ഉണർവോടെ ഒരുക്കി നിർത്തുകയും ചെയ്തിരുന്നു. അതിനുശേഷം പരിയാരത്തേക്ക് പോവുകയും തുടർന്ന് ഇന്നലെ പോസ്റ്റ്മോർട്ടം നടത്തി വാഴപ്പള്ളി കുടുംബത്തിലേക്ക് വരികയും ഇന്നലെ രാത്രി അവിടെ ഇന്നലെ വൈകുന്നേരം 7 മണിക്ക് ഉള്ളാന്തോട്ടം കുടുംബ സ്വഭവനമായ ഉള്ളാന്തോട്ടം കുടുംബത്തിലേക്ക് അഞ്ജലി എത്തിക്കുകയും അതിനുശേഷം കുടുംബത്തിലെ പ്രാർത്ഥനകളൊക്കെ നടത്തി ദേവാലയത്തിൽ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന അവിടുത്തെ പിതാവിൻ്റെ പ്രതിനിധിയായി വന്ന് ഈ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കുകയും ഈ കുടുംബാംഗങ്ങൾക്ക് പ്രതീക്ഷയും പ്രത്യാശയും നൽകി നല്ല സന്ദേശം നൽകി അനുഗ്രഹിച്ച ഞങ്ങളെല്ലാവരുടെയും പ്രിയകരനായ പ്രോട്ടോസ്റ്റന്റ്സ് വലിയ ബഹുമാനപ്പെട്ട ആന്റണി മുതലച്ചന് കുടുംബാംഗങ്ങളുടെ സ്നേഹത്തോട് നന്ദി അറിയിക്കുകയാണ്. കാപ്പിമലയിലെ ഇടവകാലങ്ങൾക്ക് വികാരിച്ച് കരുവറ്റാർ സെന്റ് ജോസഫ് ഹോസ്പിറ്റലിലെ മണമത്തച്ഛന് പുതുശ്ശേരി അച്ഛന് ഉൾപ്പെടെ ഡോക്ടർമാർക്ക് നഴ്സുമാർക്ക് തുടർന്ന് നാട്ടുകാരും ബന്ധുക്കാരും എല്ലാം ചേർന്ന് പരിഹാരത്തിന് പോയി. അതിനുശേഷം വേണ്ട കാര്യങ്ങളൊക്കെ ക്രമീകരിച്ച് തന്ന ആലക്കോട് ശ്രീ രജി സാർ, അതോടൊപ്പം തന്നെ ഈ നമ്മുടെ പെരാവിൻ്റെ മന്ത്രിയായ സണ്ണി ജോസഫ് സാർ, ഇരിക്കോട്ടെ MLA ആയ സജി ജോസഫ് സാർ, ഇവരെല്ലാം കൃത്യമായ ഇടപെടൽ നടത്തി വേണ്ട എല്ലാ ക്രമീകരണം നടത്തി അവരെ സംഘത്തോടെ നേടി വന്നു. ചെറുപടി ഇടവകയിലെ കുടുംബാംഗങ്ങൾ, അയൽവക്കക്കാർ, കൈക്കാരന്മാർ, കോർഡിനേറ്റർ, സെന്റ് ജോസഫ് മെഡിക്കൽ സെന്റ് സെബാസ്റ്റ്യൻ ഹോസ്പിറ്റൽ സിസ്റ്റേഴ്സ്, അവിടെയുള്ള എല്ലാവരും വേണ്ട എല്ലാ ക്രമീകരണം നടത്തി 5 വരെ വാഴപ്പള്ളി കുടുംബത്തിലേക്ക് സ്വീകരിച്ചു. ഇന്നലെ ഉള്ളാന്തോട്ടത്തെ കുടുംബത്തിലേക്ക് വന്നപ്പോൾ കൊളയാട് ഇടവകയിലെ വികാരിച്ചനും കൈക്കാരന്മാരും കോർഡിനേറ്ററും വിടവാമെല്ലാവരും ചേർന്ന് ഇവിടെ വേദനയിൽ പങ്കുചേർന്നവർക്ക് ആശ്വാസമായി കാത്തിരിക്കുകയായിരുന്നു. ഇന്നും ഇവിടെ എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചു കൊടുത്ത് സഹായിച്ച കോളയാട് ഇടവകയുടെ പ്രത്യേക നന്ദിയോട് ഓർക്കുകയാണ്. അങ്ങനെ 5 മിനിറ്റ് വേളപാടിലെ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കുകയും അവർക്ക് സാധനമായി കടന്നു വന്ന നിരവധി രാഷ്ട്രീയ, സാമൂഹിക, മത തലങ്ങളിൽ പ്രവർത്തിച്ച് കൊണ്ടിരിക്കുന്നവരെല്ലാവരും കടന്നു വന്ന് ഇവർക്ക് ബലം നൽകി ആശ്വസിപ്പിച്ചതിന് കുടുംബാംഗങ്ങളെല്ലാവരും പേരിൽ വാഴപ്പള്ളി കുടുംബാംഗങ്ങളെയും ഉള്ളാന്തോട്ടം കുടുംബാംഗങ്ങളെല്ലാവരുടെ പേരിലുള്ള സ്നേഹവും കടപ്പാടും നന്ദിയും അറിയിക്കുകയാണ്. തുടർന്നും ഈ പ്രിയപ്പെട്ട മകൾക്കും കുടുംബാംഗങ്ങൾക്കും ആശ്വാസമായി പ്രതീക്ഷയായി കൂടെ ഉണ്ടാകണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്ക് നിർത്തുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. അവരത് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. ശബ്ദമുയർത്തുമ്പോൾ കല്ലറ പിളരും, മൃതരുടൻ എഴുന്നേൽക്കും. ഞാൻ ദൈവത്തിനാണ് നിൽക്കും, അഭയം കുരിശിൽ കണ്ടവൻ അവസാനം, വിധിയുടെ നാളിൽ കൈവരുമാനന്ദം. നീതിമാന്മാർക്ക് അന്ധകാരം പ്രകാശമുദിച്ചു, മേഘത്തീരിൽ നാഥൻ എഴുന്നള്ളും, മൃതരെ വിളിക്കും, ജീവൻ അവർക്കീകും. സ്ത്രീവരും വലിയവരും പ്രിയരെ നിങ്ങൾ കരയരുത്, അഖിലേശൻ പുനരുദ്ധാനം നൽകാൻ വരുമല്ലോ. ആദ്യം തന്നെ നീക്കും ഈശോനാഥ, മരണവും ഉയരും നിൻ കൈകളിലല്ലോ നിന്നെ നമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. സത്യവിശ്വാസയുടെ എല്ലാം വിട്ടുവരിക്കുന്ന നമ്മുടെ സഹോദരിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതകാലത്തെ സൽകൃത്യങ്ങളാൽ ദൈവത്തെ പ്രസാദിപ്പിച്ചയാളെ
ദൈവനീതിമാന്മാരുടെ സമൂഹത്തിലേക്ക് പ്രവേശിക്കുമാറാകട്ടെ. മരിച്ചിരിപ്പിക്കുകയും നല്ലവർക്ക് സർവ്വഭാഗ്യം നൽകുകയും ചെയ്യുമ്പോൾ തന്റെ അനുഗ്രഹത്താലും തന്റെ മാതാവായ കന്യാമറിയത്തിന്റെ പ്രാർത്ഥനയാലും വിശുക അവരോടുകൂടിയാളെ തന്റെ വലതുഭാഗത്തുമാറാകട്ടെ. ജീവിത പുസ്തകത്തിൽ ദൈവവ്യാപാര പേരെഴുതുകയും തെരഞ്ഞെടുപ്പ് ഗണത്തിൽ ഇയാളെ ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളെ സന്ദർശിക്കുകയും കാരണമുള്ള ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ. ഉദ്ധാന പ്രതീക്ഷ കഴിയുന്ന മനുഷ്യരെ ഏൽപ്പിക്കണമേ. എന്തുകൊണ്ട് നാളെ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരാ, നിന്റെ പൈതൃകമായി പരിപാലനം ഞങ്ങൾ ആരാധിക്കുന്നു. എന്തുകൊണ്ട് നാളെ ഞങ്ങളെ മരണവിധേയരാക്കുകയും വീണ്ടും ജീവിപ്പിക്കുകയും ചെയ്യുന്നു. ഉദ്ധാനത്തിന് ഞങ്ങളുടെ ശരീരങ്ങളെ നീ വകർത്തുപണിയിക്കുന്നു. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരാ. ദൈവത്തിന് പകരമേ ഞാൻ നിന്നോട് യാത്ര പറയുന്നു. മാമോദിസ വിശദീകരിക്കുകയും പരിശുദ്ധ ആത്മാവിനെ പോഷിപ്പിക്കുകയും മറ്റു ഉദാസികളുടെ ആത്മാവിൽ കൃപാവരെയും ചെയ്ത പ്രിയപ്പെട്ട ദേവാലയമേ, ഞാൻ നിനക്ക് വന്ദനം പറയുന്നു. എന്റെ പിതാക്കന്മാരും ആത്മപാലകരും പുരോഹിതരെ, ദൈവജനങ്ങളാൽ എന്റെ ആത്മാവിന് പോഷണം നൽകിയ നിങ്ങളോട് ഞാൻ യാത്ര പറയുന്നു. ഞാൻ നിങ്ങൾ തകർന്നു പോകുന്നുവെങ്കിലും എന്റെ സ്നേഹം നിങ്ങളോടുണ്ടായിരിക്കും. സ്വർഗ്ഗരാജ്യം നാം അനുഭവിക്കുന്നവരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ദേവാലയത്തിലെ വിഗ്രഹം സമാപിക്കുന്നു. മുദ്രവും പരിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടവും വിശുദ്ധ തൈലത്താൽ അഭിഷിക്തവുമായി ശരീരത്തിന് നിന്റെ ദൈവത്തിന് രണ്ടാമത്തെ ആഗമനം വരെ തുറന്നു നൽകേണ്ടി കവറ നീ പൗത്രീകരിക്കണമേ. ദൈവനെ മരണത്തിനെ നാഥനും പിതാവുപുത്രനും പരിശുദ്ധാത്മാവുമായി സർവീശ്വര കൊണ്ട് നീ എന്നെ തളിക്കുക, ഞാൻ നിർമ്മലനാകും. അനുഗ്രഹത്താൽ ഇയാളെ ആശ്വസിപ്പിക്കണമേ. അതിനെ കഴുകുക, ഞാൻ മണ്ണിനേക്കാൾ വെണ്മയുള്ളവനാകും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ നീക്കും ആമേൻ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ പരിമള ധൂപം പോലെ മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുന്ന ഇടച്ചത സകലത്തിന്റെയും നാഥനായ ദൈവം നിന്നെ ഉയർപ്പിന്റെ മുഖത്തോടു കൂടി അവസാന ദിവസം നിന്നെ വലതുഭാഗം നിർത്തട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ ഉദാസികൾ അത്യുന്ന ദൈവത്തിന് ആയാസനത്തിന് സഹായിക്കട്ടെ.
ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്നോർത്തുകൊള്ളുക. ഈ സമയം അന്ത്യോപചാരം അർപ്പിക്കാൻ നമുക്ക് ബന്ധുജനങ്ങളും പ്രിയപ്പെട്ടവരും മറ്റുള്ളവർക്ക് വഴി കൊടുക്കുക. കരുണയുടെ നിർത്തണമീ നല്ലവരുത്തു വലം ഭാഗീ. ആകാശവും ഭൂമി നിന്റേതാകുന്നു, ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മൃതനായുസ്സും. അവന്റെ സന്തോഷത്തിൽ അവർ ആനന്ദിക്കും. കർത്താവേ നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു, ആദ്യം മുതലുള്ളവയെല്ലാം തെളിവായി എന്നുടെ നാഥ നിൻ തിരുമിഴിയെല്ലാം കാണുന്നു. നിരവധിയാമെൻ പാവങ്ങൾ നിരയായി എന്നെ വിധിക്കല്ലേ. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. ആദ്യം മുതൽ നീക്കുവാമീൻ. സർവാധിപനാം കർത്താവേ നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോ മിശിഹ ഞങ്ങളിതാ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. ജനമെല്ലാം പ്രയത്നിക്കട്ടെ, ഞങ്ങളുടെ മധ്യ ശരീരങ്ങൾ ഉത്ഥാനം നീയേകുന്നു. നാഥാ ഞങ്ങളുടെ ആത്മാവും രക്ഷിക്കുന്നവനല്ലോ നീ. ആമീൻ ആമീൻ ഘോഷിക്കുവിൻ. സർവീസ നീ പരിശുദ്ധൻ, ബലവാനീ നീ പരിശുദ്ധൻ, നിത്യനമർത്യൻ പരിശുദ്ധൻ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. പാപിനിക്ക് പൊറുതി കൊടുത്തവളെ വിശുദ്ധീകരിച്ച കർത്താവേ, നിന്റെ അനുഗ്രഹത്താൽ മരിച്ചവരെ വിശുദ്ധീകരിക്കണമേ. മാലാഖമാരുടെ കൂടെ സ്വർഗ്ഗത്തിൽ നിന്നെ സ്തുതിക്കുവാൻ അവരെ യോഗ്യരാക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മരിച്ചവരെ ഉയർപ്പിക്കുന്നതിനും നിത്യാശ്വാസം കൊടുക്കുന്നതിനുമായ കർത്താവേ, ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. മിശിഹാ കർത്താവിൻ ദാസി വിധി നാളിൽ കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ. മഗ്ദലന മറിയമണിഞ്ഞൊരുവൻ മഹിമാദ്യുതിയോടെ. മിശിഹാ കർത്താവിൻ ദാസി വിധി നാളിൽ കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ. മഗ്ദല മറിയമണിഞ്ഞൊരുവൻ മഹിമദ്യുതിയോടെ. നിർമ്മല ചരിതകളാം നാസാറായേലീശ്വ മർത്തയോടും കൂടെ കടശയിലുദ്ധാനം നിതരാം കനിവാർ നരുളട്ടെ കർത്താവകിലേശൻ. കർത്താവിൻ ദാസി വിധിനാളിൽ കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ. മഗ്ദല മറിയമണിഞ്ഞൊരുവൻ മഹിമദ്യുതിയോടെ. മൃതിയോർത്തിരി നിങ്ങൾ കഥനം തുടരാതെ രക്ഷാവചനങ്ങൾ കേട്ടു നടന്നിടുവിൻ. പുനരുത്ഥാനം വരുമല്ലോ മരണമുറക്കം താൻ. കർത്താവിൻ ദാസി വിധിനാളിൽ കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ.
മഗ്ദലമറിയമണിഞ്ഞൊരുവൻ മഹിമത്തിരിയോടെ. കാട്ടിൽ നടക്കുന്ന വാൻപേടിയെ പോലെ കർത്താവിനെ ഞാൻ തേടി വിളിക്കുന്നു. സജീവനായ ദൈവത്തെ ഞാൻ ദാഹിക്കുന്നു. ഞാൻ എപ്പോൾ എന്റെ ദൈവത്തെ കാണും? എന്റെ ആത്മാവെ നീ എന്തിന് നിരാശപ്പെടുന്നു? നീ എന്തിന് വിഷാദിച്ചു കലങ്ങുന്നു? നീ ദൈവത്തിൽ ആശ്രയിക്കുക. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി, ആദ്യം മുതൽ നീക്കുവാമേൻ. സജീവവും ജീവദായകമായ ശബ്ദാലാസനയർപ്പിച്ച കർത്താവെ, ആ ശബ്ദ മകനീയമായ നേതൃത്വത്തിന്റെ ദാസിയെ വിളിക്കുകയും നിന്റെ വലത്തുഭാഗം നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞ നീതിമാനുമായ കർത്താവെ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവെ, മരിച്ചവരെ നീ കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ. ഉദ്ധാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ നീതിമാന്മാരോടും വിശുദ്ധരോടും കൂടെ ഉത്കൃഷ്ടമായ ഉയർപ്പും മഹനീയമായ നിത്യജീവനം നൽകി സ്വരാജ്യമാകുന്ന ഓർത്തലത്തേക്ക് ആളെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപെട്ടു പോയി മിശിഹായുടെ മോദി ശരീരത്തിലെ അംഗത്തെ അനുഗമിക്കുകയും ഈ മൃത സംസ്കാരത്തെ സഹകരിച്ച് ഇയാളെ ബഹുമാനിക്കുകയും ചെയ്താൽ നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നിങ്ങളെ വസിക്കുകയും അവിടുത്തെ കാരുടെ നിത്യം നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
ആരെങ്കിലും അത് കയറ്റിയിരുന്ന അന്നേരം ലോ ക്ലിപ്പ് വിടാൻ പൂ അങ്ങനെ തന്നെ കൊടുത്തല്ലേ അല്ല അത് നിങ്ങൾ കൊമ്പ് ചെയ്യുമ്പോൾ സാധനം തലവണ എടുക്കണം തലവണ എടുക്കണം. അതൊന്ന് പൊന്തിച്ചു പെട്ടെന്ന് ഓക്കെ
വ്യത്യാസമായിട്ട് നോക്കല്ലേ. Lagi karena kan begitu. അങ്ങോട്ട് അത്